പ്രശസ്ത നാദസ്വര വിദ്വാൻ കലൈമാമണി നമ്മുടെ കോട്ടയത്തിൻ്റെ സ്വന്തം ആയ ശ്രീ തിരുവിഴ ജയശങ്കർ അവർക്ക് പൊന്നാട അണയിച്ചും മൊമെൻറ്റോയും നൽകി പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രി വി എൻ വാസവൻ സാർ അവർ നിർവഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് നമ്മൾ ശ്രീ തിരുവിഴ ജയശങ്കറിനെ ഈ വേദിയിൽ ആദരിക്കും. സാംസ്കാരിക പരിപാടിയുടെ ഒന്നാമത്തെ രൂപം അതാണ്. നിങ്ങളെല്ലാം നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. എല്ലാ വർഷവും ശബരിമലയിൽ മകരവിളക്ക് അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വെളിയിലെ ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ പ്രതിഭാശാലികളായ സംഗീതജ്ഞരെ ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കീർത്തനങ്ങളൊക്കെ ആലപിച്ചിട്ടുള്ളവരെ ഉൾപ്പെടെ നോക്കി നമ്മൾ ഹരിവരാസൻ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഹരിവരാസൻ അവാർഡിൻ്റെ തുക 1,00,000 രൂപയും അതോടൊപ്പം തന്നെ അയ്യപ്പ വിഗ്രഹവും അതുപോലെ തന്നെ പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്നതാണ് ഹരിവരാസൻ അവാർഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളത് കൊടുത്തത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്ര സംവിധായകനും ഗായകനും അതേപോലെ തന്നെ രചയിതാവും എല്ലാമായിട്ടുള്ള കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കായിരുന്നു. ഈ വർഷം ഞങ്ങളത് കൊടുത്തത് നമ്മുടെ എല്ലാം അഭിമാനമായ ശ്രീ തിരുവിഴ ജയശങ്കരനാണ് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കട്ടെ. അദ്ദേഹമാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെയും അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. 18ാമത്തെ വയസ്സിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് വാങ്ങിയ ഒരു കലാകാരൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ അത് ശ്രീ തിരുവിഴ ജയശങ്കറാണ്. കാരണം അദ്ദേഹം നേരത്തെ നാദസ്വരത്തിൽ ഇന്ദ്രജാലം തീർക്കുന്നതിന് പറ്റുള്ള ശബ്ദമാധുര്യം അദ്ദേഹത്തിൻ്റെ നാദസ്വരത്തിൽ നമുക്ക് കേൾക്കാം. അദ്ദേഹം ആകാശവാണിയിൽ നേരത്തെ ജോലി ചെയ്യുന്നു. ഈ സമയത്ത് നടന്ന മത്സരത്തിലാണ് ദേശീയാടിസ്ഥാനത്തിൽ അദ്ദേഹം പുരസ്കാരം കിട്ടിയപ്പോൾ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിന് 18ാം വയസ്സിൽ പുരസ്കാരം കിട്ടും. അതിനുശേഷം കിട്ടിയ പുരസ്കാരങ്ങളുടെ നമ്പർ വിശദീകരിക്കാൻ നിന്നാൽ പുനരും വേണ്ടി വരും. അത്രത്തോളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ബോംബെയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. 3,00,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടെ ഉള്ള അവാർഡായിരുന്നു ബോംബെയിൽ വെച്ച് കിട്ടുന്നത്. ഇതെല്ലാം കിട്ടിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാനിങ്ങനെ അദ്ദേഹവുമായി വളരെ കാലമായ സൗഹൃദമുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ നാമസ്ഥലം എവിടെ കേട്ടാലും കുറേ സമയം ഞാൻ നിന്നുപോകും. അത്ര മനോഹരമായിട്ട് അദ്ദേഹം വായിക്കുന്ന കീർത്തനങ്ങൾ കേട്ടാൽ അതിൽ എത്ര ശബ്ദമാധുര്യത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ നാമസ്ഥലം വെച്ച് ആസ്വദിക്കാൻ പറ്റും. എന്നും ഇപ്രാവശ്യം ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിന് ഏറ്റവും മാർക്കൻ അദ്ദേഹമാണ്. ഇതിനു മുമ്പ് നമ്മൾ ഹരിവരാസൻ അവാർഡ് കൊടുത്തിട്ടുള്ളത് ഗാനഗന്ധർവനായ യേശുദാസ്, അതുപോലെ തന്നെ ജി ശ്രീകുമാർ, ചിത്ര തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക്, വീരമണി തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെല്ലാമാണ് ഇതിന് മുമ്പ് ഞങ്ങൾ ഹരിവരാസൻ അവാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യം അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടായി. ആ നിലയിൽ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയതിൽ നമ്മളെല്ലാം സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് ഇന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിലെ ഏറ്റവും നല്ല ഒരു പ്രവൃത്തി അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയപ്പോൾ ആ അംഗീകാരം കിട്ടുന്നവരെ ആദരിക്കുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സാംസ്കാരിക പരിപാടിയാണ് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ പ്രസക്തമായ ഭാഗം എന്നെടുത്ത് ചൂണ്ടിക്കാണിക്കട്ടെ.